ചെറുകിട ഇടത്തരം കമ്പനികളെന്ന SME രംഗത്ത് നിലവിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളാണ്. അതിനാൽ SME മേഖലയിൽ കൂടുതൽ സ്വദേശി യുവാക്കൾക്ക് അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പുതിയ ഉത്തരവ്. ഇതനുസരിച്ച് ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് ഇനി ബാങ്ക് ഗ്യാരണ്ടി വേണ്ട. അതായത് ഒരു തൊഴിലാളി കമ്പനിയിൽ പ്രവേശിക്കുമ്പോൾ കെട്ടിവെക്കുന്നതാണ് ബാങ്ക് ഗ്യാരണ്ടി തുക. ഇത്തരത്തിൽ ഒരു തൊഴിലാളിക്ക് 3000 ദിർഹത്തോളം വരെ ബാങ്ക് ഗ്യാരണ്ടി നൽകണമെന്നാണ് നിലവിലെ നിയമം. ഇതനുസരിച്ച് നിരവധി തൊഴിലാളികളുള്ള കമ്പനികൾക്ക് ഈ വലിയ സംഖ്യ വൻ സാമ്പത്തിക ഭാരമായി മാറിയെന്നാണ് പരാതി. ഇതോടെ പലരും കൂടുതൽ തൊഴിലാളികളെ ജോലിക്ക് നിയമിക്കാൻ മടിച്ചിരുന്നു. പുതിയ ഉത്തരവോടെ ഇനി നിരവധി തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ കൈവരുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം ചെറുപ്പക്കാരായ പുതിയ സ്വദേശി ബിസിനസ്സുകാർ ഈ രംഗത്ത് കടന്നുവരുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിനാൽ ഇത്തരം കമ്പനികൾ യൂത്ത് പ്രൊജക്ട് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ അംഗത്വം ഉള്ളവർ ആയിരിക്കണമെന്നും നിബന്ധനയുണ്ട്. ഏറ്റവും കുറഞ്ഞത് 15 ജീവനക്കാരെങ്കിലുമുള്ള ഫസ്റ്റ് കാറ്റഗറി കമ്പനികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ഒപ്പം സ്വന്തം പേരിൽ 2 കമ്പനിയിൽ കൂടുതൽ ഉടമസ്ഥാവകാശമുള്ള സ്വദേശികൾക്ക് ഈ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കില്ല. അതായത് സ്വന്തം പേരിൽ 5ഉം 10ഉം കമ്പനികളുള്ളവർ പഴയതുപോലെ ബാങ്ക് ഗ്യാരണ്ടി നൽകണം. എന്നാൽ തൊഴിലാളികളുടെ ശമ്പളം 2 മാസത്തിലധികമായി കൊടുക്കാത്തവർക്കും ഈ ഉത്തരവിന്റെ പ്രയോജനം ലഭിക്കില്ല. പുതിയ ഉത്തരവ് ഈ വർഷം ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വരും. ഇതോടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കാനും സാധ്യതകൾ ഏറെയാണ്. എൽവിസ് ചുമ്മാർ, ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.